എടാ വിജി സീനുണ്ട്. അജി ഞാൻ വല്ല തെറിയും പറയും കേട്ടോ, നീ കാര്യം പറഞ്ഞേ. എടാ നമ്മുടെ ചാണിയില്ലേ ഗിരീശൻ ചേട്ടൻ, നാട്ടിൽ അടിയിടിയായി നടന്ന പുള്ളിക്ക് എങ്ങനെ വട്ടായെന്നറിയോ? അവന്റെ പള്ളിക്കാരെ ചൊറിഞ്ഞിട്ട് ആ ജോയിച്ചിന്റെ ഭാര്യനെ സീനാക്കിയാ അല്ലേ? അത് നാട്ടിലെ കഥ. പിന്നെ യഥാർത്ഥത്തിൽ സംഭവം പ്രേമനൈരാശ്യം. നൈരാശ്യോ? എന്താ നീ ഒറ്റയ്ക്ക് വലിച്ചാ? എടാ എന്റെ പോക്കും അങ്ങോട്ടാണെന്ന് തോന്നുന്നു. കാവ്യയുടെ കാര്യം ഇത്തിരി സീരിയസാ. എന്ത് സീരിയസ് ആണെന്നൊന്നും തെളിച്ച് പറയണ്ട അജി, എന്നോടല്ലേ. അവളിനി അവിടെ നിർത്താൻ പറ്റില്ല. എന്താ? അവളുടെ വീട്ടുകാർക്ക് ഒരു ചൊവ്വനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഓ, അതായത് ഞാൻ അവർക്ക് ഓക്കെ അല്ലെന്ന്. മഞ്ഞ ആയതുകൊണ്ട് വീട്ടിൽ മൊരുകാച്ചി പോലും വെക്കാത്ത ടീമാ. അല്ല അതുകൊണ്ട് അവളവിടെ നിന്ന് ചാടിക്കണം. ചാടിക്കണമെന്നോ? എന്റെ അജി ആദ്യം തന്നെ കയറി ചാടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉപയോഗിച്ചൊന്ന് പ്രയോഗിച്ച് നോക്കാം. അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നമുക്ക് സാവകാശം കിട്ടുമല്ലോ. അതൊക്കെ ഒരുപാട് നമ്മൾ കഴിഞ്ഞതാ. നീ ഒരു കാര്യം എടാ, നിങ്ങളൊരു 3-4 പ്രാവശ്യം സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ അടുത്ത് വീട്ടിൽ പറയാൻ പറ. 3-4 തവണയൊന്നുമില്ല, ഒരൊറ്റ തവണ. അണ്ണനാണ് സത്യം. ഞങ്ങൾ ഒന്ന് അവിടേക്ക് നീ ഒന്ന് വീട്ടിൽ പറയാൻ പറ. അതുകൊണ്ട് വേറെ ആരും സെറ്റ് ആവൂല ഇങ്ങനെയാണ് എന്നൊക്കെ അതൊക്കെ പറഞ്ഞതോ പറഞ്ഞ. എന്നിട്ട് അത് ഞാനും അയാളും തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ. അതാണോ? അതൊന്നും സാരമില്ല, അതൊന്ന് കുളിച്ചാൽ മാറിക്കോളൂ. വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? വാ എണീറ്റേ. കുളിച്ച സെക്സ് പോവോ? എന്ത് ഫാമിലിയാടാ. ആടാ, പക്ഷെ നായരാ നീ എന്റെ കൂടെ നിക്കണം. നമുക്ക് അവളെ ചാടിക്കണം. എടാ പക്ഷെ ഒരു സാവകാശമൊക്കെ ഉണ്ടേ. നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ സംസാരിക്കണം നീ വാ. ചേട്ടൻ വാ, നീ കല്യാണം നടത്തി തരാം. അണ്ണനെയും കൂടെ പോകാം.